Hi friends, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത എപ്സൺ L5190 എന്ന പ്രിന്ററിൽ എങ്ങനെ ADF യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. അത് ഈ മോഡലിന് ADF ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പം ADF വഴി എങ്ങനെ സ്കാൻ ചെയ്യാം അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള സിമ്പിൾ വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ കാണാം. അപ്പോൾ ADF വഴി സ്കാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല ക്വാളിറ്റി ഉള്ള പേപ്പർ തന്നെ യൂസ് ചെയ്യണം. ബെൻഡോ അല്ലെങ്കിൽ സ്റ്റാപ്ലർ പിന്നുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഉള്ള പേപ്പറുകളൊന്നും യൂസ് ചെയ്യരുത്. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഗ്ലാസ് പോലത്തെ ഷീറ്റ് വരുന്നത്, അതിന് സ്ക്രാച്ച് ഉണ്ടായി കഴിഞ്ഞാൽ ചെറിയ ചെറിയ ലൈൻസൊക്കെ വരാൻ തുടങ്ങും. അതിന് ചിലപ്പോൾ വാറൻറ്റി കിട്ടിക്കൊള്ളണമെന്നുമില്ല. ഓക്കെ, അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ മുകളിൽ കാണുന്നതാണ് നമുക്ക് ADF യൂണിറ്റ്. അതിൻ്റെ താഴെ നമുക്ക് സ്കാനർ യൂണിറ്റും വരുന്നുണ്ട്, നോർമൽ സ്കാനർ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോട്ടോസ്റ്റാറ്റാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് Xerox അല്ലെങ്കിൽ ഫോട്ടോ കോപ്പിയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫോട്ടോ കോപ്പി മോഡിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തു. എന്നിട്ട് പേപ്പർ പിക്ക് ചെയ്യണം, അതായത് പ്രിൻ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനുള്ള പേപ്പർ നമ്മൾ പിക്കപ്പ് ട്രയൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷീറ്റ് ADFൻ്റെ മുകളിൽ വെക്കാം. വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ജസ്റ്റ് ഇതേപോലെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു സൗണ്ട് ഉണ്ടാവും. ഒരു ബസർ അടിക്കുന്നതാണ്, ഒരു പി എന്നുള്ളൊരു ചെറിയ ബസർ സൗണ്ട് ഉണ്ടാവും. ഓക്കെ, കാരണം നല്ല നോയ്സുള്ളൊരു ഏരിയ ആയതുകൊണ്ടാണ് എനിക്കത് ആ സൗണ്ട് കേൾപ്പിച്ചിടാൻ കഴിയാത്തത്. മാത്രമല്ല ഡിസ്പ്ലേയിൽ കണ്ടില്ല, മുകളിലൊരു ബ്ലൂ കളർ കണ്ടില്ലേ, ADF എന്ന് എഴുതിയ ആ സെൻസർ അപ്പം എനേബിൾ ആയിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളെ പേപ്പർ വെച്ചതോടുകൂടി അപ്പം നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തു. ആ സമയത്ത് പേപ്പർ ഇത് ഉള്ളിലേക്ക് വലിച്ചിട്ടുണ്ട്, സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നല്ല ക്വാളിറ്റി പേപ്പർ യൂസ് ചെയ്യണം. പിന്നെ ആ പേപ്പർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ ADF പറഞ്ഞ ആ ഇൻഡിക്കേഷൻ ഓൺ ആയിരിക്കണം, എങ്കിൽ മാത്രമേ പേപ്പർ പിക്ക് ചെയ്യുകയുള്ളൂ. ഇല്ലെങ്കിൽ നടക്കില്ല. താഴെ ഫോട്ടോ കോപ്പി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.